Welcome to Tiffany's kitchen. ഹായ് everyone, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഹൈദരാബാദി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാലക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ബഹാരി ബംഗൻ അല്ലെങ്കിൽ മസാല ബംഗൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് റൈസിൻ്റെ ഒക്കെ കൂടെ ബിരിയാണി, അതേപോലെ തന്നെ പുലാവ്, പിന്നെ റൊട്ടി ഐറ്റംസ്, ചപ്പാത്തി, കുബൂസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ടീസ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 2 ഏലക്ക, 5 ഗ്രാമ്പു, 4 ചെറിയ കഷ്ണം പട്ട, 4 ഉണക്കമുളക്, ഒരു 15 കാഷ്യൂ നട്ട്സ്, അതുപോലെ തന്നെ കോക്കനട്ട് പൗഡർ 4 ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിൽ അല്പം പീനട്ട് കൂടെ വേണം. അപ്പോൾ പീനട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പിടി പീനട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് പീനട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നല്ലതായിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 വലിയ ഓനിയൻ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. അതിലേക്ക് വീണ്ടും ഒരു 2 വലിയ ടൊമാറ്റോ ഇതേപോലെ തന്നെ സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള നല്ലതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ അതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി നല്ല സോഫ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നേരത്തെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു പിടി പീനട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ അതിൻ്റെ ആ ഒരു ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പീനട്ടിൻ്റെയും അതുപോലെ തന്നെ എള്ള്, കാഷ്യൂ നട്ട്സ് ഇതിൻ്റെയൊക്കെ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അരച്ചെടുക്കുന്ന സമയത്ത്. ഇനി സെയിം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു സവാളയും അതുപോലെ തന്നെ ടൊമാറ്റോ വഴറ്റിയതും കൂടെ ചേർത്ത് കൊടുത്ത് അതും നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള മസാലയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രിഞ്ചാളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബ്രിഞ്ചാളാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇങ്ങനെ ഒഴിവാക്കാതെയാണ് ഇങ്ങനെ സാധാരണ നമുക്കിവിടെ കിട്ടാറുള്ള ആ ഒരു ഗ്രേവിയിലൊക്കെ ഉണ്ടാവാറുള്ളത്. അതിനെ ഇതുപോലെ മുകളിൽ 4ആയിട്ടൊന്ന് കീറി കൊടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് കീറിയിട്ട് വിലങ്ങനെ ഒന്നുകൂടെ കീറി കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ബ്രിഞ്ചാളാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല ഫില്ല് ചെയ്യണം. ഒന്നുകിൽ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മസാല ഫിൽ ചെയ്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇങ്ങനെ നിറച്ച് കൊടുക്കുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള ആ ഒരു മസാലയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ 4 ബ്രിഞ്ചാളിനകത്ത് നമുക്കിതുപോലെ മസാല നിറച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് മാറ്റി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 വറ്റൽമുളക്, ഇപ്പോൾ 2-3 വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 വറ്റൽമുളകാണ് ചേർക്കുന്നത്. പിന്നെ അല്പം കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല നിറച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതൊന്ന് സോഫ്റ്റായി വരണം. അതുപോലെ തന്നെ ആ മസാലയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടൊക്കെ വരും. അപ്പോൾ എല്ലാ വശവും ഇടയ്ക്കിടയ്ക്ക് അതുപോലെ അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു ടൈപ്പ് ബ്രിഞ്ചാളാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യാറുള്ളത്. ഇതുപോലെ ഈ ഒരു ഉണ്ട ആയിട്ടുള്ള ഒരു ബ്രിഞ്ചാളാണ് നമ്മളിതിന് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ വശവും ഞാനിതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്.
നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റാം. ഇനി ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഈ ബാക്കിയുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അതിനുശേഷം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നേരത്തെ നമ്മൾ ബ്രിഞ്ചാളിലേക്ക് നിറച്ച് കൊടുത്തിട്ടുള്ള ഒരു മസാല, ബാക്കിയുള്ള കംപ്ലീറ്റ് മസാലയും നമ്മൾ ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് സാവകാശം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള അത്രയും പുളി എടുത്ത് നല്ലതായിട്ടൊന്ന് വെള്ളത്തിലിട്ട് നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ, അത് സ്പേസ് കുറവാണ്. അപ്പം ആ ഒരു പാനിനകത്തേക്ക് ഞാൻ ഈ ഒരു വഴറ്റി വെച്ചിട്ടുള്ള ബ്രിഞ്ചാൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു മസാല ചേർത്ത് കൊടുക്കാം. ഈ പാനിൽ തന്നെ അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മസാല കൂടെ നമുക്കിതിലേക്ക് കിട്ടുന്ന വിധത്തിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചധികം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം, കാരണം ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ വെള്ളം കുറവായി കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലതായിട്ട് കുക്കായി വരുന്ന സമയത്ത് നല്ലതായിട്ട് തിക്കായിട്ട് നല്ല കുറുകിയിട്ടുള്ള ഒരു കറി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അല്പം സമയം അല്പസമയം 5-10 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അതിന് മുകളിൽ അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഇപ്പോൾ അതാ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ആ ഒരു ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ബ്രിഞ്ചാൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു പച്ചമുളക് വട്ടത്തിൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയിലേക്കൊക്കെ ഹൈദരാബാദി ബിരിയാണീൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു ഗ്രേവിയാണിത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് തണുപ്പിച്ചാണ് കിട്ടാറുള്ളത്. ചപ്പാത്തിയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ഈ ഒരു ബ്രിഞ്ചാൾ ഇഷ്ടമാവുന്നവർക്ക് ഈ ഒരു മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ഈ ഒരു ബ്രിഞ്ചാൾ നല്ലതായിട്ട് ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.